കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ആശുപത്രിയിലെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപകട സ്ഥലം നോക്കി കാണുകയാണ്. അവിടെ ജില്ലാ കളക്ടറും ഒക്കെയും അവിടെയുണ്ട്. അപകടം നടന്ന് 16 മണിക്കൂറിലേക്ക് എത്തുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ആ അപകട സ്ഥലം നേരിൽ കണ്ട് വിലയിരുത്തുകയാണ്. നമ്മൾ കാണുന്ന മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന പാടശേഖരം, ഇവിടെയായിരുന്നു ഇന്നലെ 5 വെടിപ്പുരകൾക്കാണ് തീ പിടിച്ചത്. അത് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. ഒരു തീക്കൂമ്പാരം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ ഫയർഫോഴ്സിനാവട്ടെ ഈ രക്ഷാസംഘത്തിനാകട്ടെ ഒന്നും ഈ വെള്ളം കൊണ്ടൊന്നും അതിന് സമീപത്ത് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ തീക്കൂമ്പാരം കണ്ടു. പിന്നീട് ഏറെ പടിപ്പെട്ട് ഏറെ നേരം നിന്ന് ശേഷമാണ് ആ തീയൊക്കെ അണയ്ക്കാൻ കഴിഞ്ഞത്. അവിടെ സ്ഥിതി കൺട്രോളിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട് സുരേഷ് ഗോപി. അദ്ദേഹം എല്ലാം നോക്കി കാണുന്നുണ്ട്. അവിടെ ഇന്ന് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നാണ് ഇനി തെളിവെടുപ്പും കാര്യങ്ങളുമൊക്കെയും ഈ അപകട കാരണമടക്കം. ഇപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കണക്കനുസരിച്ച് 41 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കണക്കിലേക്ക് തന്നെ എത്തിയത് ഇവർക്ക് വാങ്ങിയ ഭക്ഷണപ്പൊതികളുടെയും മറ്റും എണ്ണമെടുത്താണ് ആ ഒരു ഇതിലേക്ക് എത്തിയത്. അത്രയും തന്നെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. കാരണം എത്ര പേര് ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ പൂർണ്ണ ശരീരങ്ങളായി ലഭിച്ചവരുണ്ട്. ഈ ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളായി ആശുപത്രിയിൽ എത്തിയവരുണ്ട്. ഇതൊക്കെ ആരാണ് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബന്ധുക്കളൊക്കെയും അവരുടെ വിലാപങ്ങളൊക്കെയും നമ്മൾ ഇന്നലെ കണ്ടു കേട്ടു. ആശുപത്രികളിൽ നിന്ന് 3 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മറ്റ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ നടക്കുമെന്നും ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നു. പലരുടെയും നില ഇപ്പോഴും ഗുരുതരമാണ്. അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരുണ്ട്. 108-109% പൊള്ളലേറ്റവരൊക്കെ ഉണ്ട് ചികിത്സയിൽ. അവരുടെയൊക്കെയും ചികിത്സ ഇപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവർ ICUവിൽ തുടരുന്നുണ്ട്. നിസാരമായി പരിക്കേറ്റവരുണ്ട്. ഇതിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസമുഖങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മുൻപ് കേട്ട സുന്ദരൻ്റെ പ്രതികരണമാണെങ്കിലും ഇന്നലെ കേട്ട വിൽസന്റെ പ്രതികരണമാണെങ്കിലും ഒക്കെയും അത് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളുകളാണ്. അങ്ങനെ ആശ്വാസമുഖങ്ങൾ ഉള്ളപ്പോഴും ഒരു നാടിനെ ആകെ സങ്കടത്തിലാക്കി കണ്ണീരിലാഴ്ത്തിയുണ്ടായ ഒരു വലിയ ദുരന്തം. തൃശ്ശൂരിൽ നിന്ന് സമാനമായൊരു ദുരന്ത വാർത്ത നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ല. ഒരു പൂരക്കാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം. അവരുടെയൊക്കെയും ഒരു വർഷത്തെ ഇപ്പം ഈ പടക്ക നിർമ്മാണമൊക്കെയും ഒരു വർഷം ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്നാളോ തൊട്ടടുത്ത ദിവസം മുതലോ അടുത്ത പൂരത്തിനുള്ള പടക്ക നിർമ്മാണത്തിലൊക്കെയും ഏർപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് ഈ ദുരന്തമുണ്ടായ മുണ്ടത്തിക്കോടെന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, ഈ ഒരു പ്രദേശം ഈ പടക്ക നിർമ്മാണ സാമഗ്രികളും അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ തന്നെ ജീവിച്ചു പോകുന്ന, അതിനെ പ്രധാന തൊഴിൽ മാർഗമായി കണ്ട് ജീവിച്ചു വരുന്ന ആളുകളുള്ള ഒരു മേഖല കൂടിയാണത്. അപ്പം